വൻപയറും വാഴയ്ക്കും ഇവരെ ഒന്നിച്ച് തോരൻ വെച്ചിട്ട് നല്ല കുത്തരിക്കഞ്ഞിയും കൂട്ടി കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ ഉള്ളത്. എനിക്കിഷ്ടമുള്ള ആഹാരത്തില് ഒന്നാണ് കേട്ടോ ഇത്. എന്നാലേ വൻപയറും വാഴയ്ക്കയും കൂടെ തോരൻ വെക്കുന്ന കണ്ടാലോ. റോഗസ്റ്റ കായാണ് കേട്ടോ ഞാൻ തോരൻ വെക്കാൻ എടുത്തേക്കുന്നേ. ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് പഴുക്കാൻ തുടങ്ങിയാലേ വേഗന്ന് ആ കൊലേന്ന് അടന്നു പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പച്ചയായിട്ടിരിക്കുമ്പോഴേ ഇതേപോലെ തോരനോ കറിയോ ഒക്കെ വെച്ച് തീർക്കുവാണെങ്കിൽ പഴുത്ത് വെറുതെ പോവുകയല്ലോ. എന്നാൽ ഞാൻ കഥ പറഞ്ഞിരിക്കുന്നില്ല, തോരൻ വെക്കുന്നതിലേക്ക് കടക്കാം. ഇതേപോലെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണേ. കറയുള്ളത് കൊണ്ട് വെള്ളത്തിൽ വേണം അരിഞ്ഞിടാനേ. എടുക്കുമ്പോൾ തന്നെ കയ്യിലും എണ്ണ തേക്കണേ, ഇല്ലെങ്കിൽ കയ്യിലും കറ പിടിക്കും. എന്നിട്ടേ 2 സബോള എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞു വെക്കണേ. ചെറുതായിട്ട് അരിഞ്ഞാൽ മതിയേ. നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ വൈകുന്നേരം 5 മണി വരെ കറണ്ട് കാണുകയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചായിരുന്നു കേട്ടോ. വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അതിനു വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം ഇത്ര സാധനമാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വാഴയ്ക്ക കുക്കറിനകത്തോട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ആവശ്യത്തിനിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണേ. ഒരു വിസിൽ മതിയാവും ഇത് വേകാനായിട്ട്. തുറന്നു നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വിസിലും കൂടെ അടുപ്പിച്ചാൽ മതിയേ. അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് കടക്കാം. ഒരു ചീഞ്ചട്ടി അടുപ്പിലോട്ട് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 2 അല്ലി വെളുത്തുള്ളി അങ്ങോട്ട് ഇടണേ. വെളുത്തുള്ളി മസ്റ്റ് ആണ് കേട്ടോ, മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ മുമ്പേ ക്രഷ് ചെയ്ത് വെച്ച അരപ്പ് അതിനകത്തോട്ട് തട്ടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഞാൻ മുൻപേ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടെ അങ്ങോട്ട് തട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തേരെ. ഇതുവരെ എല്ലാം ശരിയായിരുന്നു. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ? കുക്കറിന്റെ പുറകിൽ ഒളിച്ചിരിക്കുമായിരുന്നു കൊച്ചു കള്ളൻ. ഇതിപ്പോ ഇരട്ടി പണിയുമായി. നമ്മൾ മുമ്പേ ഒരു ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുവും വെളുത്തുള്ളി ഇട്ടില്ലേ. വെളുത്തുള്ളിക്ക് ശേഷം ഈ സവോള ഇട്ട് വഴറ്റേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ സെപ്പറേറ്റ് വഴറ്റി അതിൻ്റെ കൂടത്തിൽ തട്ടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കായും വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കായും അതിൻ്റെ കൂടെ തട്ടി നല്ലോണം മിക്സ് ചെയ്തു. ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നേ. കറിവേപ്പിലയ്ക്ക് നല്ല ക്ഷാമമാണ്. നിങ്ങളുണ്ടാക്കാൻ നേരം കറിവേപ്പില ഇടണേ. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ കറി വെക്കാനൊക്കെ ഇച്ചിരി മടിയന്മാരാണെങ്കിൽ രാവിലെ ഈ തോരൻ അങ്ങ് വെച്ചേരെ. ഉച്ചയ്ക്ക് ചോറിന് തോരനുമായി, രാത്രി കഞ്ഞിക്ക് ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഇതിനപ്പുറം വേറെ എന്നാ കറിയാ വേണ്ടത്.